എല്ലാവർക്കും നമസ്കാരം. ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വൃശ്ചിക മാസത്തിന് തുടക്കം കുറിക്കുകയാണ്. ചില നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു പോകുന്നിരുന്ന എല്ലാ കഷ്ട ദുഃഖങ്ങളും, എല്ലാ ബുദ്ധിമുട്ടുകളും, സാമ്പത്തിക പ്രതിസന്ധികളും ഒക്കെ നീങ്ങി നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഉയർച്ച, അതായത് ഇതുവരെ അനുഭവിച്ചു വന്ന കഷ്ടനഷ്ടങ്ങളൊക്കെ മാറി വലിയൊരു ഉയർച്ച, സാമ്പത്തികപരമായി ജീവിതത്തിലേക്ക് മുന്നോട്ടുള്ള കരുതലിന് പോലും ഒരു അടിത്തറ എന്ന രീതിയിൽ ഒരു ഭാഗ്യം നിങ്ങൾക്ക് വരാൻ പോവുകയാണ്. വെച്ചടി കയറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. എല്ലാ നക്ഷത്രക്കാരും ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യമാണ്, വൃശ്ചിക മാസം നല്ലൊരു നേട്ടങ്ങൾ വന്നു ചേരുമോ എന്ന്. എന്നാൽ ഈ പറയുന്ന 6 നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെയധികം നേട്ടങ്ങൾ തന്നെയാണ് വൃശ്ചിക മാസത്തിൽ അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ വന്നു ചേരാൻ പോകുന്നത്. ഇതുമൂലം സമാധാനവും ധനനേട്ടവും ദാമ്പത്യസുഖവും എല്ലാം വന്നു ചേരും. അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹത്താൽ വൃശ്ചിക മാസത്തിൽ ഗുണഫലങ്ങളുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ഒരിക്കലും ഇവർക്ക് കഴിഞ്ഞു പോയ വിഷമങ്ങളെ ഓർച്ച് ഇനി മുന്നോട്ട് ദുഃഖിക്കേണ്ടി വരില്ല. കാരണം അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ പല നേട്ടങ്ങളും, പല ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിത നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നെ സൃഷ്ടിക്കും. മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു അടിത്തറ എന്ന പോലെ വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുക തന്നെ ചെയ്യും. വൃശ്ചിക മാസത്തിൽ ഭാഗ്യം തെളിഞ്ഞ ചില നക്ഷത്രക്കാരുണ്ട്. അവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി അശ്വതി നക്ഷത്രം. വൃശ്ചിക മാസത്തോടുകൂടി അശ്വതി നക്ഷത്രക്കാർക്ക് ഗ്രഹങ്ങളെല്ലാം തന്നെ അനുകൂല ഭാവത്തിലേക്ക് വന്നു ചേരും. അതുമൂലം ഇവർക്ക് നേട്ടങ്ങളുടെ ഒരു കലവറ തന്നെ ജീവിതത്തിൽ തുറന്നു നൽകും. തൊഴിൽ നേട്ടങ്ങൾ നിങ്ങളെ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ളതായിരിക്കും. കൈവയ്ക്കുന്ന എല്ലാ മേഖലകളിലും നേട്ടങ്ങൾ കരസ്ഥമാക്കുന്നതിനും അതിൽ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നു. കുടുംബത്തിൽ ശാന്തവും സമാധാനവുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിക്കും. കുടുംബത്തിൽ മംഗളകരമായ പല കർമ്മങ്ങളും നടക്കും. അച്ഛൻ്റെയും അമ്മയുടെയും സ്വത്തുക്കൾ പാരമ്പര്യമായി നിങ്ങളിൽ വന്നു ചേരാൻ വിധിയുള്ളവയൊക്കെ നിങ്ങളിൽ വന്നു ചേരും. തടസ്സപ്പെട്ടിരുന്നതൊക്കെ മാറി, ആ തടസ്സങ്ങൾ മാറി നിങ്ങളിൽ വന്നു ചേരും. ഉപരിപഠനത്തിനായി പോകുന്നതിന് വിസയുടെ കുറേ പ്രോബ്ലങ്ങളും ബുദ്ധിമുട്ടുകളും കാരണം വിഷമിച്ചിരുന്ന കുട്ടികൾക്ക് ഉപരിപഠനത്തിന് വിദേശ രാജ്യങ്ങളിൽ പോകുന്നതിന് അനുകൂല സമയവും നിങ്ങൾക്ക് വേണ്ട ആ ഒരു നടപടിക്രമങ്ങളൊക്കെ വേഗത്തിൽ എത്രയും പെട്ടെന്ന് പൂർത്തിയാവുകയും അതുമൂലം വിദേശത്ത് പോകാനും അതുപോലെ വിദേശ ജോലിക്കായി ബുദ്ധിമുട്ടി നിന്ന് വിസ കിട്ടാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടി നിന്നവർക്ക് അതൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് സന്തോഷകരമായ വാർത്ത നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാനുള്ളൊരു സമയമാണ് ഈ വൃശ്ചിക മാസത്തോടു കൂടി അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ വന്നു ചേരാൻ പോകുന്നത്. അടുത്തത് ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രക്കാർക്ക് അവരുടെ ഭാഗ്യ അനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. സുഖലോലുപതയിൽ ആറാടുന്നതിനുള്ള യോഗം വൃശ്ചിക മാസത്തിൽ ഇവർക്ക് ലഭിക്കും. സൂര്യൻ്റെ അഷ്ടമത്തിലെ സ്ഥാനം ഔദ്യോഗിക രംഗത്ത് പല വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. കൂടാതെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. വിവാഹം നടക്കാതെ ബുദ്ധിമുട്ടിയിരുന്നവർക്കൊക്കെ വിവാഹ കാര്യങ്ങൾ, നല്ല അനുകൂലമായ വിവാഹ ആലോചനകൾ, നല്ല വിവാഹ ബന്ധങ്ങൾ വന്നു ചേരുകയും അതോടുകൂടി ദാമ്പത്യ ജീവിതം നല്ല സുഖകരമാവുകയും അതിൽ നിന്നും ഉയർച്ച ലഭിക്കുകയും ചെയ്യും. വിവാഹം കഴിഞ്ഞവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. വാഹന യോഗവും സന്തോഷവും നിലനിൽക്കുന്ന ഒരു സാഹചര്യം വൃശ്ചിക മാസത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. സാമ്പത്തിക കാര്യങ്ങളിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്ന രീതിയിൽ ഒരു സാമ്പത്തിക ഉയർച്ച, സാമ്പത്തിക ഭദ്രത നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇതുവരെ ഉണ്ടായിരുന്ന കടബാധ്യതകളൊക്കെ തീർക്കാനുള്ളൊരു സാമ്പത്തിക നിധിയിൽ ഒരു സ്ഥിതിയിലേക്ക് നിങ്ങൾ മെച്ചപ്പെട്ട് ഉയർന്നു വരിക തന്നെ ചെയ്യും. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് അവരുടെ അനുകൂലമായ ഒരു സമയമാണ് കടന്നു വരാൻ പോകുന്നത്. കാലങ്ങളായി പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ട പോയ കാര്യങ്ങൾ വിജയത്തിലേക്ക് എത്തുന്നതിനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ബുധൻ്റെ സ്ഥിതി അനുകൂലമായതിനാൽ അത് പലപ്പോഴും കാര്യങ്ങളെല്ലാം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിലേക്ക് എത്തിക്കുന്നു. മക്കളുടെ പഠനം, വിദേശത്ത് ജോലി എന്നിവയെല്ലാം അനുകൂലാവസ്ഥയിൽ മുന്നോട്ട് പോകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുകയും ദമ്പതികളിൽ ഐക്യം വർദ്ധിക്കുകയും ചെയ്യും. ഇതോടുകൂടി കുടുംബത്തിലെ ഒരു കലഹ അന്തരീക്ഷമൊക്കെ മാറി ഒരു സമാധാനവും സന്തോഷവുമായ ഒരു അന്തരീക്ഷം നിങ്ങളുടെ കുടുംബത്തിൽ വന്നു ചേരും. മക്കളെ കൊണ്ട് സന്തോഷിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി ബിസിനസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ബിസിനസ്സിലെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ബിസിനസ് പുതിയൊരു തലത്തിലേക്ക് വളർത്തിക്കൊണ്ട് പോകുന്നതിന് അനുയോജ്യമായ ഒരു കാലഘട്ടമാണ് വൃശ്ചിക മാസത്തിൽ അയ്യപ്പൻ്റെ അനുഗ്രഹത്തോടു കൂടി നിങ്ങൾക്ക് തെളിഞ്ഞു വരാൻ പോകുന്നത്. അടുത്തത് പുണർദ നക്ഷത്രമാണ്. പുണർദ നക്ഷത്രക്കാർക്ക് വൃശ്ചികത്തോടു കൂടി തൻ്റെ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ കഴിവ് കൂടുതലായി തെളിയിക്കാനും അതിൽ നിന്നും സ്ഥാനക്കയറ്റം വരാനും ശമ്പളത്തിൽ വർധനവുണ്ടാകാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. തൊഴിലില്ലാതിരുന്നവർക്ക് പുതിയ ജോലി ലഭിക്കുന്നു. കുടുംബത്തോടൊപ്പം കൂടുതൽ ഗുണപ്രദമായ സമയം ചിലവഴിക്കുന്നതിന് സാധിക്കും. കുടുംബത്തിൽ സന്തോഷ അന്തരീക്ഷം വരികയും ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഇല്ലാതിരുന്നത് ഈ ഒരു വൃശ്ചികകാലത്തിന് മുമ്പ് വരെ സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം ഇല്ലാതെ കലഹങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിരുന്നവർക്കൊക്കെ ഒരു
അതൊക്കെ മാറി ഒരു വീട്ടിലെ നെഗറ്റീവ് എനർജിയൊക്കെ മാറി ഒരു പോസിറ്റീവ് എനർജി വീട്ടിൽ വന്നു ചേരും. അതുമൂലം കുടുംബാംഗങ്ങളിൽ ഒരു സന്തോഷമുളവാകും. കോൺട്രാക്റ്റ് വർക്കുകൾ ചെയ്തിരുന്നവർക്ക് ഫണ്ടുകളും മറ്റും അനുവദിക്കാതിരുന്നെങ്കിൽ അതെല്ലാം അനുവദിച്ച് പാസ്സായി ലഭിക്കും. പ്രണയിക്കുന്നവർക്ക് അവരുടെ ബന്ധം വിവാഹത്തിലേക്ക് എത്തുന്നതിന് ഏറ്റവും അനുകൂലമായ സമയമാണിപ്പോൾ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എക്കാലവും നിലനിൽക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കും. എല്ലാ അർത്ഥത്തിലും അനുകൂലമായ മാറ്റങ്ങൾ തേടി വരുന്ന സമയമാണ് വൃശ്ചിക മാസത്തോടു കൂടി പുണർത നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് വൃശ്ചിക മാസത്തിൽ കൂടുതൽ നേട്ടങ്ങളാണ് കാത്തിരിക്കുന്നത്. കൂടാതെ ഇവർക്ക് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ പൂർണ്ണത, അതായത് ഒരു തൃപ്തി ഉണ്ടാവുകയും ചെയ്യും. ഇതുവരെ അനുഭവിച്ചു വന്നത് ഒരു പൂർണ്ണത ലഭിക്കുന്നില്ല, ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പൂർണ്ണത ലഭിക്കുന്നില്ല, ഒരു സംതൃപ്തി ലഭിക്കുന്നില്ലെങ്കിൽ ഇനി അങ്ങോട്ട് വൃശ്ചിക മാസ തുടക്കത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു പൂർണ്ണത ലഭിക്കുകയും അതിലൊരു സംതൃപ്തി നിങ്ങൾക്ക് നേടാനും സാധിക്കും. കൂടാതെ സാമ്പത്തിക ഇടപെടലുകൾ നടത്തുന്ന വഴി ജീവിതം തന്നെ വഴിമാറുന്ന ഒരു സാഹചര്യം വന്നു ചേരും. ഇതുവരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതൊക്കെ മാറി ജീവിതത്തിൽ ഒരു വഴിത്തിരിവാവുന്ന രീതിയിൽ സാമ്പത്തിക നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ചിന്താശക്തികൾ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. കാര്യങ്ങളെ ബുദ്ധിയോടെ സമീപിക്കുന്നതിനും പക്വതയോടെ തീരുമാനമെടുക്കുന്നതിനും സാധിക്കുന്നു. ജീവിതശൈലി രോഗങ്ങൾ അലട്ടിയിരുന്നവർക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കുന്നു. രോഗങ്ങളാൽ വലഞ്ഞ് ബുദ്ധിമുട്ടി പല ചികിത്സ ചെയ്തിട്ടും ഒരു മാറ്റവും ലഭിക്കാതെ വന്നവർക്കൊക്കെ അതിൽ നിന്ന് മാറ്റം വരികയും രോഗത്തിൽ നിന്ന് മുക്തി നേടാനും സാധിക്കും. രാജയോഗ സമാനമായ ഫലങ്ങളാണ് ആയില്യം നക്ഷത്രക്കാരെ കാത്തിരിക്കാൻ പോകുന്നത്. അടുത്തത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് അനുകൂല സമയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ തന്നെ. വൃശ്ചികമാസ തുടക്കത്തിന് മുമ്പ് തന്നെ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ അനുകൂല സമയത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇവർക്ക് സൂര്യൻ അനുകൂല ഭാവത്തിൽ നിൽക്കുന്നതിനാൽ നേട്ടങ്ങൾ ഉണ്ടാവുന്നു. സൂര്യൻ്റെ ഒരു അനുഗ്രഹ ഭാവം നിങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്നു. അതിനാലാണ് വൃശ്ചിക മാസത്തിന് മുമ്പേ നിങ്ങൾക്ക് പല നേട്ടങ്ങളും പല അനുഗ്രഹങ്ങളും ജീവിതത്തിൽ വന്നു തുടങ്ങും. വൃശ്ചിക മാസത്തോടു കൂടി അതിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്തുകയും ചെയ്യും. കൂടാതെ മനസ്സിൻ്റെ സന്തോഷം നിലനിർത്തുന്നതിന് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ വിൽക്കൽ വാങ്ങലുകൾ മികച്ച രീതിയിൽ നടക്കുന്നു. ഏത് കാര്യവും അനുകൂല അവസ്ഥയിലേക്ക് നീങ്ങുന്നതിനാൽ കാര്യങ്ങളെല്ലാം മികച്ച രീതിയിലേക്ക് മാറും. എല്ലാ രംഗത്തും നേട്ടങ്ങൾ ദൃശ്യമാവുന്ന രീതിയിലുള്ള ഒരു ഫലങ്ങൾ നിങ്ങൾക്ക് വൃശ്ചിക മാസത്തോടു കൂടി വന്നു ചേരും. സമ്പത്തും ധനവും തേടിയെത്തുന്നു. ഒരു ലോട്ടറി എടുത്താൽ പോലും അത് അടിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും. ഇതുവരെ ലോട്ടറി എടുത്തിട്ട് അടിക്കാതിരുന്നവർക്കൊക്കെ ഈ ഒരു സമയം, ഈ ഒരു വൃശ്ചിക മാസത്തോടുകൂടി അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ ലോട്ടറി എടുക്കുന്നവർക്ക് അടിക്കാനുള്ള ഭാഗ്യം ഏറെയാണ്. വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കുന്നതിനുള്ള കാരണമാവുകയും ചെയ്യും. ഈ ഒരു വൃശ്ചിക മാസം തടഞ്ഞു നിന്നിരുന്ന ഓരോ വരുമാന സ്രോതസ്സുകളും ആ തടസ്സങ്ങളൊക്കെ മാറി നിങ്ങളുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരികയും അതിൽ നിന്ന് സമ്പത്തും വരുമാനവും വന്നു ചേർന്ന് സന്തോഷമായൊരു ജീവിതം നയിക്കുന്നതിന് ഈ ഒരു വൃശ്ചിക മാസത്തോടു കൂടി അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് വന്നു ചേരുമെന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവുമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കുന്നതിനുള്ളൊരു അടിത്തറ കൂടിയാണ് അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ വൃശ്ചിക മാസത്തിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഭാഗ്യങ്ങളൊക്കെ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു നല്ല വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.